ചാനലിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, നാം ക്രിസ്മസ് സീസണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നക്ഷത്ര വിളക്കുകളും ദീപാലങ്കാരങ്ങളും കൊടിതോരണങ്ങളും എല്ലാം ചുറ്റുപാടുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. മനുഷ്യഹൃദയങ്ങളിൽ ജാതി മതഭേദമന്യേ ഒരു ഉത്സവാന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ഒരു ഫെസ്റ്റീവ് മൂഡ് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം? നമുക്കറിയാം, ക്രിസ്മസ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. സർവശക്തനായ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരോടൊപ്പം ജീവിച്ചു. അങ്ങനെ മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത്. ഞാൻ ഈ ക്രിസ്മസിന് വേണ്ടി എഴുതിയ ഒരു ഗാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ പല്ലവി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: അകലങ്ങളിൽ അകലങ്ങളിൽ ചെന്നെത്താനാവാത്ത ദൂരങ്ങളിൽ നിന്നും വന്നെൻ്റെ ദൈവം ഇന്നെൻ്റെ അരികിൽ അത്യുന്നതങ്ങളിൽ സ്തുതി കീർത്തനം. അതെ, മനുഷ്യനെ ചെന്നെത്താനാകാത്ത ദൂരങ്ങളിലാണ് ദൈവം. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായി ഒരു സമാഗമം ഉണ്ടാകണമെങ്കിൽ മനുഷ്യന് അങ്ങോട്ട് ചെന്നെത്താനാവാത്ത ദൂരങ്ങളിൽ ചെല്ലാൻ പറ്റുകയില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ജീവിക്കാൻ തയ്യാറാകണം. അതാണ് ക്രിസ്മസ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ കടന്നുവരവ്? ഈ കടന്നുവരവ് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ സമാധാനം മനുഷ്യനുണ്ടാകണം. അതാണ് സമാധാനം, രക്ഷയുടെ ഫലമാണ്. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പോൾ ദൈവകൃപയും സമാധാനവും ഉണ്ടാകണം. ദൈവകൃപയുടെ ഫലമാണ് സമാധാനം, രക്ഷയുടെ ഫലമാണ് സമാധാനം. വേറൊരു വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് സമാധാനം. അപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു കഴിയുന്നു. എന്തുകൊണ്ട് അകന്നു കഴിയുന്നു? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു കഴിയാൻ കാരണം ദൈവത്തിന് ഞാൻ സ്വീകാര്യനല്ല എന്നൊരു തോന്നലാണ്. ഏത് മതത്തിലേക്ക് നോക്കിയാലും, ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നോക്കിയാലും നമ്മൾ കാണുന്നത് ദൈവ സ്വീകാര്യത കിട്ടാൻ വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ബലിയർപ്പിക്കുന്ന മനുഷ്യനെയാണ്. എത്ര ബലിയർപ്പിച്ചിട്ടും ദൈവം പ്രീതിപ്പെടുന്നതോ ദൈവ സ്വീകാര്യത മനുഷ്യന് കിട്ടുന്നതോ മനുഷ്യന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, മനുഷ്യന് ദൈവത്തോടൊരു അടുപ്പമുണ്ടാകണമെങ്കിൽ ദൈവം മുൻകൈയെടുത്ത് ഭൂമിയിലേക്ക് വന്ന് ദൈവവുമായിട്ട് അനുരഞ്ജനത്തിലാകണം. അങ്ങനെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയുടെ ക്ലേശങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക്, പാപത്തിൻ്റെ ഇരയാകാൻ തക്കവിധം ഇവിടെ നിന്ന് കൊടുത്തു. അങ്ങനെ മനുഷ്യാവതാരത്തിലൂടെയാണ് മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള ഭയം മാറി ദൈവത്തിന് ഞാൻ സ്വീകാര്യനാണ് എന്ന വിശ്വാസം ഉണ്ടായത്. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യനൊരു സത്യം അറിഞ്ഞു. ദൈവം പാപിയെ കൈവിടാത്തവനാണ്. നിസ്സാരനായ മനുഷ്യനെ ദൈവം വിലമതിക്കുന്നു. മനുഷ്യനോടുകൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യനെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെ ചരിത്രപരമായ ഒരു വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് തെളിയിച്ചു, എന്നെ നേരിട്ട് നിങ്ങൾ കാണുക. ദൈവത്തെ നേരിട്ട് കാണാൻ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് സാധിക്കുന്നു. കാരണം എന്നെ കാണുന്നവൻ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെ തന്നെയാണ് കാണുന്നത് എന്ന് ഈശോ പറഞ്ഞു. എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്, എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യനെ ഒരു കാര്യം വിശ്വസിപ്പിച്ചു. എന്ത് വിശ്വസിപ്പിച്ചു? എൻ്റെ ദൈവം എന്നെ കൈവിടാത്തവനാണ്. ഞാനൊരു പാപിയാണെങ്കിലും എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഈ സത്യമാണ് ഈ ഭൂമിയിൽ വെച്ച് അവിടുന്ന് തെളിയിച്ചത്. സത്യത്തിനൊരു സാക്ഷ്യം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പിലാത്തോസിനോട് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. എന്ത് സാക്ഷ്യം? പാപിയായ മനുഷ്യനെ ദൈവം കൈവിടുകയില്ല എന്ന സത്യം, ദൈവം പാപിയോടൊപ്പം നിലകൊള്ളുമെന്ന സത്യം. ഇന്ന് മനുഷ്യരായ നമുക്ക് ദൈവത്തോടൊപ്പം നിലകൊള്ളാൻ സാധിക്കുന്നത്, ദൈവം മനുഷ്യനോടൊപ്പം എത്ര പാപിയാണെങ്കിലും എത്ര ദൈവത്തെ പോലും ഉപദ്രവിക്കുന്നവനാണെങ്കിലും
അവനോടൊപ്പം ദൈവം നിൽക്കും, അവനെ കൈവിടാതെ അവൻ്റെ പക്ഷത്തുണ്ട് എന്ന ഉറപ്പ് നൽകുന്നത് വഴിയാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യന് ദൈവവുമായിട്ട് അനുരഞ്ജനം സാധിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും സാധ്യമല്ല. അതിന് മുൻകൈ എടുത്തത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവ്, ദൈവം മുൻകൈ എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനുമായിട്ട് ദൈവം അനുരഞ്ജനത്തിലായി. ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ മനുഷ്യനെ സഹായിച്ചു. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് സമാധാനമെന്ന് നമുക്ക് പറയാം. അനുരഞ്ജനം എന്തിൻ്റെ ഫലമാണ്? അനുരഞ്ജനം ക്ഷമയുടെ ഫലമാണ്. ക്ഷമിക്കുന്നിടത്ത് മാത്രമേ അനുരഞ്ജനമുള്ളൂ. തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തി തെറ്റ് ചെയ്ത വ്യക്തിയോട് ക്ഷമിക്കണം. തെറ്റ് ചെയ്ത വ്യക്തിയെ, പാപം ചെയ്ത വ്യക്തിയെ, ഉപദ്രവിച്ച വ്യക്തിയെ, അത് ചെയ്യാത്ത വ്യക്തിയെപ്പോലെ പരിഗണിക്കണം. അതാണ് ഈശോ ചെയ്തത്. പാപം ചെയ്ത വ്യക്തിയെ പാപം ചെയ്യാത്ത വ്യക്തിയെപ്പോലെ പരിഗണിച്ചു. ക്ഷമ എന്ന് പറയുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല, നിന്നോടുള്ള സ്നേഹം ഞാൻ പിൻവലിച്ചിട്ടില്ല, പിൻവലിക്കുകയുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. മനുഷ്യാവതാരത്തിലൂടെ ദൈവം അത് സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയതുകൊണ്ടാണ് മനുഷ്യന് സമാധാനം കിട്ടിയത്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, കൈവിടുകയുമില്ല എന്ന ഒരറിവ്, എന്ന വിശ്വാസം, അതാണ് മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമ തന്നെയാണ് മറ്റുള്ളവരെ നമ്മളുമായിട്ട് അനുരഞ്ജനിപ്പിക്കുന്നത്. അങ്ങനെ തെറ്റ് ചെയ്ത വ്യക്തി പരിഹരിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്. തെറ്റിൻ്റെ ഫലം അനുഭവിച്ച വ്യക്തി തെറ്റ് ചെയ്ത വ്യക്തിയെ തെറ്റ് ചെയ്യാത്ത ഒരാളായി പരിഗണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ, നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവ് വന്നിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അനുരഞ്ജനം ഉണ്ടാകും. അങ്ങനെ ദൈവവുമായിട്ട് മനുഷ്യൻ അനുരഞ്ജനപ്പെടാൻ സാധിക്കുന്നത് പോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടുക, സഹജീവികളുമായിട്ട് അനുരഞ്ജനപ്പെടുക, ഈ പ്രകൃതിയുമായിട്ട്, സൃഷ്ടപ്രപഞ്ചവുമായിട്ടെല്ലാം അനുരഞ്ജനപ്പെടുക. അങ്ങനെ അനുരഞ്ജനപ്പെടുമ്പോൾ ഈ സമാധാനം ലോകം മുഴുവൻ വ്യാപിക്കും. അങ്ങനെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ നിറയുമ്പോഴും അതിൻ്റെ ഫലമായ സമാധാനം ഉണ്ടാകുമ്പോഴുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, സമാധാനം അനുരഞ്ജനത്തിൻ്റെ ഫലമാണ്, അനുരഞ്ജനം ക്ഷമയുടെ ഫലമാണ്, ക്ഷമ എന്ന് പറയുന്നത് സഹനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സഹിക്കാൻ ദൈവം തയ്യാറായത്. ദൈവത്തിന് പോലും മനുഷ്യനോടുള്ള ക്ഷമ പ്രകടിപ്പിക്കാൻ സഹനം ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യാവതാരം സഹനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കടന്നുവരവാണ്. ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് തരാൻ അതാവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ, ആരിലൂടെയെങ്കിലും സഹനം വരുമ്പോൾ, ആ സഹനം അവരോട് അനുരഞ്ജനപ്പെടാനുള്ള അവസരമാണ്, അവരെ അനുരഞ്ജനത്തിലേക്ക് നയിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതൊരു സഹനവും സ്വയം ശൂന്യമാക്കലാണ്. യേശു മനുഷ്യാവതാരത്തിലൂടെ സ്വയം ശൂന്യമാക്കിയതുപോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി സ്വയം ശൂന്യമാക്കാൻ ഈ മനുഷ്യാവതാരത്തിൻ്റെ ചൈതന്യം നമ്മെ നയിക്കട്ടെ, നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമാധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.